പണത്തോടുള്ള ആർത്തിയും വഴിവിട്ട ബന്ധങ്ങളും എങ്ങനെ ഒരു കുടുംബത്തെ തകർക്കുമെന്നും സ്വന്തം ഭർത്താവിനെ പോലും ഇല്ലാതാക്കാൻ ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുമെന്നും തെളിയിക്കുന്ന ഒരു ക്രൂരമായ കൊലപാതക കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. 45 വയസ്സുകാരനായ അശോക് ഹൈദരാബാദിലെ മേഡിപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഒരു സ്വകാര്യ കോളേജിലെ മാനേജറായി ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന് നല്ല ശമ്പളവും മികച്ച വരുമാനവും ഉണ്ടായിരുന്നു. സ്വന്തമായി അധ്വാനിച്ച് 2 നിലകളുള്ള ഒരു പുതിയ വീടും അദ്ദേഹം നിർമ്മിച്ചിരുന്നു. ഈ വീടിന്റെ ഒരു ഭാഗം വാടകയ്ക്ക് നൽകിയിരുന്നതിനാൽ അതിൽ നിന്നും നല്ലൊരു തുക ഇവർക്ക് വരുമാനമായി ലഭിച്ചിരുന്നു. 36-കാരിയായ പൂർണിമയാണ് അശോകിന്റെ ഭാര്യ. ഇവർക്ക് 12 വയസ്സുള്ള ഒരു മകനുമുണ്ട്. പൂർണിമ ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഒരു പ്ലേ സ്കൂൾ നടത്തിവരികയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത നാട്ടുകാരുടെ മുന്നിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബം. എന്നാൽ ഈ സന്തോഷത്തിന് പിന്നിൽ ആരും അറിയാത്ത ഒരു ഇരുണ്ട രഹസ്യമുണ്ടായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇവർ പ്രകാശം ജില്ലയിൽ താമസിച്ചിരുന്ന സമയത്ത് പൂർണിമയ്ക്ക് അവിടെ കെട്ടിട നിർമ്മാണ ജോലിക്ക് വന്നിരുന്ന മഹേഷ് എന്ന 25 വയസ്സുകാരനുമായി ഒരു സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം പിന്നീട് കടുത്ത ഒരു അവിഹിത ബന്ധമായി മാറി. ഹൈദരാബാദിലേക്ക് താമസം മാറിയിട്ടും പൂർണിമയ്ക്ക് മഹേഷിനെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്തും മകൻ സ്കൂളിൽ പോകുന്ന സമയത്തും പൂർണിമ മഹേഷിനെ പലപ്പോഴായി തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. നാട്ടുകാരുടെയും അയൽവാസികളുടെയും മുന്നിൽ മഹേഷ് തന്റെ ബന്ധുവാണ് എന്ന് പറഞ്ഞാണ് പൂർണിമ എല്ലാവരെയും വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ എപ്പോഴും ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന പൂർണിമയുടെ സ്വഭാവത്തിൽ അശോകിന് ചെറിയ സംശയം തോന്നി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അശോക് അവിചാരിതമായി പൂർണിമയുടെ മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിക്കുകയായിരുന്നു. അതിൽ മഹേഷുമായി അവർ നടത്തിയ ചാറ്റുകളും കോളുകളും എല്ലാം അദ്ദേഹം കണ്ടെത്തി. തന്റെ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സത്യം അശോകിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇതിനു പിന്നാലെ ഈ ബന്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പ് അശോക് ഭാര്യയ്ക്ക് നൽകി. എന്നാൽ പൂർണിമ അതിന് തയ്യാറായില്ല. ഒടുവിൽ ക്ഷമകെട്ട അശോക് ഒരു കടുത്ത തീരുമാനമെടുത്തു. നിനക്ക് അവനോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഈ നിമിഷം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം. ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്. ഈ വാക്കുകൾ പൂർണിമയെ ഭയപ്പെടുത്തി. പക്ഷേ ഭർത്താവിനെ നഷ്ടപ്പെടുമോ എന്നോർത്തുള്ള ഭയം കൊണ്ടായിരുന്നില്ല അത്. മറിച്ച് ഡിവോഴ്സ് നേടിയാൽ തന്റെ ഈ ആഡംബര ജീവിതം അവിടെ അവസാനിക്കും. വീടും പ്ലേ സ്കൂളും നഷ്ടപ്പെടും. വാടക ഇനത്തിൽ കിട്ടുന്ന വലിയ തുക ഇല്ലാതാകും. അങ്ങനെ തന്റെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ പൂർണിമ ക്രൂരമായ ഒരു വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. തന്റെ ഭർത്താവിനെ ഇല്ലാതാക്കുക. പൂർണിമ കാമുകനായ മഹേഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഭർത്താവിനെ കൊലപ്പെടുത്തിയാൽ ഈ സ്വത്തുക്കളും വീടും പ്ലേ സ്കൂളും എല്ലാം നമുക്ക് സ്വന്തമാക്കാമെന്നും പിന്നീട് ഒരുമിച്ച് ജീവിക്കാമെന്നും അവർ മഹേഷിനെ വിശ്വസിപ്പിച്ചു. വലിയ സാമ്പത്തിക ബാധ്യതയിലായിരുന്ന മഹേഷ് തന്റെ സുഹൃത്തായ സായിയെയും ഈ പദ്ധതിയിലേക്ക് കൂടെ കൂട്ടി. കടങ്ങൾ വീട്ടാൻ പണം നൽകാമെന്ന് പൂർണിമ സായിക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു. അങ്ങനെ ആരും അറിയാതെ അവർ കൃത്യമായ ഒരു കൊലപാതക പ്ലാൻ തയ്യാറാക്കി. സംഭവം നടന്ന ദിവസം സ്കൂൾ കഴിഞ്ഞെത്തിയ 12 വയസ്സുകാരനായ മകന് പൂർണിമ ഭക്ഷണത്തിൽ ഉറക്കഗുളിക കലർത്തി നൽകി. മകൻ ഉറങ്ങിപ്പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പൂർണിമ മഹേഷിനെയും സായിയെയും വിളിച്ചു വരുത്തി അവരെ വീടിനുള്ളിൽ ഒളിപ്പിച്ചു നിർത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ അശോക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്കെത്തി. തനിക്കെതിരെ യാതൊരു സംശയവും വരാതിരിക്കാൻ പൂർണിമ അശോകിനോട് കടയിൽ പോയി ചില സാധനങ്ങൾ വാങ്ങി വരണമെന്ന് പറഞ്ഞു. എന്നാൽ താൻ ക്ഷീണിതനാണെന്നും ഉറങ്ങാൻ പോവുകയാണെന്നും അശോക് പറഞ്ഞു. തുടർന്ന് അശോക് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറിയ സമയത്ത് പൂർണിമ പുറത്തുപോയി സാധനങ്ങൾ വാങ്ങി വന്നു. അശോക് കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങിയ ആ നിമിഷം മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ മഹേഷും സായിയും പൂർണിമയും ചേർന്ന് അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. അശോക് നിലവിളിക്കാതിരിക്കാൻ പൂർണിമ തന്റെ ചുരിദാറിന്റെ ഷോളെടുത്ത് അദ്ദേഹത്തിന്റെ വായ മൂടിക്കെട്ടി. അശോകിന് അനങ്ങാൻ കഴിയാത്ത വിധം പൂർണിമ കാലുകൾ അമർത്തി പിടിക്കുകയും ചെയ്തു. ഒടുവിൽ മഹേഷും സായിയും ചേർന്ന് അശോകിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം മഹേഷും സായിയും അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്ന് പൂർണിമ തന്റെ നാടകം ആരംഭിച്ചു. താൻ കടയിൽ പോയി വന്ന് നോക്കിയപ്പോൾ ഭർത്താവ് ബാത്റൂമിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് വീണുകിടക്കുകയാണെന്നും പറഞ്ഞ് അവർ നിലവിളിച്ച് ബഹളം വയ്ക്കുകയായിരുന്നു. അയൽക്കാർ ഓടിയെത്തി അശോകിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു. മരണവിവരം അറിഞ്ഞ് അശോകിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും ആശുപത്രിയിലേക്ക് എത്തി. അശോകിന്റെ മൃതദേഹം കണ്ടപ്പോൾ തന്നെ ബന്ധുക്കൾ ഞെട്ടിപ്പോയിരുന്നു. കാരണം അശോകിന്റെ കഴുത്തിലും മുഖത്തും പരിക്കേറ്റ പാടുകളുണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ഒരാളുടെ ശരീരത്തിൽ എങ്ങനെ ഇത്തരം പാടുകൾ വരും? ബന്ധുക്കൾക്ക് പൂർണിമയിൽ കടുത്ത സംശയം തോന്നി. അവർ പോസ്റ്റ്മോർട്ടം വേണമെന്ന് നിർബന്ധം പിടിച്ചു. എന്നാൽ ഭയന്നുപോയ പൂർണിമ ഭർത്താവിന്റെ ശരീരത്തിൽ കത്തിവെക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അത് തടയാൻ പരമാവധി ശ്രമിച്ചു. ഇത് ബന്ധുക്കളുടെ സംശയം ഇരട്ടിയാക്കി. അവർ പോലീസിൽ പരാതി നൽകി. പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയായിരുന്നു. ഇതുകൂടാതെ ഭർത്താവ് മരിച്ചിട്ടും പൂർണിമയിൽ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. അവർ പതിവ് പോലെ ഫോണിൽ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് കണ്ട് നാട്ടുകാർക്കും സംശയമായി. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. അശോകിന്റെ മരണം ഹൃദയാഘാതമല്ല, മറിച്ച് കഴുത്ത് ഞെരിച്ചുള്ള കൊലപാതകമാണെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമായി. ഇതിനു പിന്നാലെ പോലീസ് പൂർണിമയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ആദ്യം അവർ കുറ്റം നിഷേധിച്ചെങ്കിലും പോലീസ് അവരുടെ മൊബൈൽ ഫോൺ റെക്കോർഡുകളും മഹേഷുമായുള്ള ചാറ്റുകളും തെളിവായി കാണിച്ചതോടെ പൂർണിമയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. താൻ തന്നെയാണ് കാമുകന്റെ സഹായത്തോടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്ന് അവർ പോലീസിനോട് സമ്മതിച്ചു. തുടർന്ന് കാമുകൻ മഹേഷിനെയും സുഹൃത്ത് സായിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു.
നിലവിൽ മൂവരും ജയിലിനുള്ളിലാണ്. പണത്തോടുള്ള അമിതാർത്തിയും വഴിവിട്ട ബന്ധങ്ങളും ഒരു കുടുംബത്തെ എങ്ങനെ ദാരുണമായി തകർക്കുമെന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ സംഭവം. ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.